കൊളംബിയയ്ക്ക് 7.4 തീവ്രത രേഖപ്പെടുത്തി ശക്തമായ ഭൂകമ്പം. 132ലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 2000-ലധികം ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ പടിഞ്ഞാറൻ കൊളംബിയയിൽ ഭൂമിക്കടിയിൽ 107 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ശക്തമായ പ്രകമ്പനത്തിന്റെ പ്രഭവ കേന്ദ്രം. അയൽ രാജ്യങ്ങളിൽ പോലും ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. സർക്കാർ കണക്കുകൾ പ്രകാരം 1577 പാർപ്പിടങ്ങൾ തകരുകയും 97 കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലം പൊത്തുകയും ചെയ്തു. 18 ആരോഗ്യ കേന്ദ്രങ്ങളെയും 52 സ്കൂളുകളെയും ഈ ദുരന്തം രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും ദാരുണമായ സംഭവം കാലി എന്ന സ്ഥലത്താണ് നടന്നത്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ആശുപത്രിയുടെ ഒരു ഭാഗം തകർന്നു വീണ് അവശിഷ്ടങ്ങൾക്കിടയിൽ രോഗികൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തകർ കിണഞ്ഞു ശ്രമിക്കുകയാണ്. പ്രധാന ഭൂകമ്പത്തിന് ശേഷം 21 തുടർച്ചയായ ഭൂചലനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകട സാഹചര്യം കണക്കിലെടുത്ത് കൊളംബിയയിലെ വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും സർക്കാർ ആ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. മുമ്പ് 1999-ലാണ് കൊളംബിയയിൽ ഇതുപോലൊരു വൻ ഭൂകമ്പം ഉണ്ടായത്. 6.2 തീവ്രത രേഖപ്പെടുത്തി അന്ന് 1000-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ വന്നിരിക്കുന്നത് 7.4 തീവ്രതയിലുള്ള അതിശക്തമായ ഭൂകമ്പമാണ്. 2000-ഓളം പേരെ കാണാതായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായാൽ മാത്രമേ ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ ആഘാതം വ്യക്തമാവുകയുള്ളൂ.